എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെയായിരിക്കുമോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും ഞാൻ നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ മഴയായത് കാരണം അല്ലാതെ വേറെ ഒന്നുമല്ല. ദൈവത്തിനാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഞാൻ വിചാരിച്ചെന്നാൽ തോരട്ടെന്ന് വിചാരിച്ചു ഞാൻ കയറി കിടന്നു. പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അത് ഞാൻ പറയുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ശല്യപ്പെടുത്തുകയില്ല. അത് നിനക്ക് അറിയാൻ. അയ്യോ, അതുകൊണ്ടല്ല. ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം. സത്യമായിട്ട് ഞാൻ വരാം. ഇന്ന് മഴയായത് കാരണമാ. അപ്പൊ നാളെ വരുമെന്നുള്ള ഇരിക്കാലോ. ഞാൻ വരും. നാളെ വരും. ഇനി മഴ പെയ്താലോ? മഴ പെയ്യൂല. ഞാൻ നാളെ രാവിലെ ഇറങ്ങാം. എന്തായാലും ഞാൻ വരും. രാവിലെ ഇറങ്ങണം. വരാം. പിന്നെ ഉറങ്ങി നിന്ന് പറയരുത്. നമ്മൾ താല്പര്യം കാണിച്ച് സംഭവം. പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, വേണ്ട. എന്നെ വിശ്വസിക്കും. ലോകത്താരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഇല്ല, ഞാൻ പറയൂല. ഉറപ്പ് തന്നെ. ഞാൻ ആരോടും പറയൂല. ശരി. കാര്യം വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല. ശരി. അങ്ങനെ ഞാൻ വരാം. നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഞാൻ ഇന്ന് രാത്രി നീ വിളിക്കണ്ടല്ലോ. വേണ്ട, ഞാൻ രാവിലെ ഇറങ്ങിക്കോളാം. എത്തിക്കോളാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇടാനില്ലേ? മറ്റേ സംഗതി എന്തോ, പിന്നെ റെയിൻകോട്ടൊക്കെ ഇല്ലേ? റെയിൻകോട്ട് വാങ്ങിക്കണോ ഇനി? അത് ശരി, വാങ്ങിച്ചില്ലായിരുന്നോ? ഉണ്ടായിരുന്നു ഒരെണ്ണം. അപ്പൊ അത് ചീത്തയായി പോയി. അപ്പൊ ഇനി ഒരെണ്ണം വാങ്ങിക്കണം. മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇട്ട് അങ്ങ് വരാമായിരുന്നല്ലോ. വാങ്ങിക്കണോ ഇനി? ഓക്കെ. നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്താണ് ക്രൈം ഒരേ നിയോജകമണ്ഡലത്തിലെ 2 സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവിട്ടത്. അതിലൊന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന പെൺവേട്ടക്കാരൻ. അതേപോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി. അതുവരെ ഉണ്ടാക്കിയിരുന്ന ഇമേജ് എല്ലാം ഒറ്റയടിക്കാണ് ക്രൈം പുറത്തുവിട്ട വാർത്തയുടെ തകർന്നടിഞ്ഞു വീണത്. അവർ മോഹൻദാസ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചുവെന്നും അവരോടൊപ്പമാണ് ഇലക്ഷൻ പ്രചരണത്തിനായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നതെന്നുമുള്ള റിപ്പോർട്ടാണ് ക്രൈം പുറത്തുവിട്ടത്. എന്നാൽ ആദ്യ ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടാതെ അവരുടെ 10 കോടി വില വരുന്ന സ്വത്ത് ശോഭാ സുരേന്ദ്രൻ തട്ടിയെടുക്കുകയും അവരുടെ ആദ്യ ഭാര്യയുടെ ലോക്കറിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള സ്വർണം തട്ടിയെടുത്ത് ഭീഷണിപ്പെടുത്തി അങ്ങനെ നിയമപരമായി ഡിവേഴ്സ് വാങ്ങാതെയാണ് ശോഭാ സുരേന്ദ്രൻ ഭർത്താവായി മോഹൻദാസ് കഴിയുന്നത് എന്നുള്ള കാര്യമാണ് ക്രൈം പുറത്തുവിട്ടത്. ഇതേപോലെ സംഭവമായിരുന്നു അവർ 1 കോടി രൂപ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളാണ് ക്രൈം പുറത്തുവിട്ടത്. ഇതേപോലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന പെൺവേട്ടക്കാരൻ. പെണ്ണെവിടെയുണ്ട് അവിടെ മലർന്നടിച്ച് വീണ് ഏത് വിധേനയും അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള കടകംപള്ളി സുരേന്ദ്രൻ ആഭാസനെ കുറിച്ചുള്ള സ്റ്റോറി ക്രൈം പുറത്തുവിട്ടത്. അതിലൊരു പെൺകുട്ടി അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കുകൾ അന്ന് പലരും വിശ്വസിച്ചില്ല. അത് കടകംപള്ളി സുരേന്ദ്രനല്ല, അതേപോലെ ആ പെൺകുട്ടി ഒറിജിനൽ അല്ല എന്നെല്ലാം അന്ന് ഭയങ്കര പ്രചരണം നടത്തുകയുണ്ടായി. അങ്ങനെ ആ പ്രചരണത്തിൽ വിശ്വസിച്ച് CPM അണികൾ കഴക്കൂട്ടത്തെ ജനങ്ങൾ ഈ ആഭാസനെ ഇലക്ഷനിൽ നിന്ന് വിജയിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി കടകംപള്ളി സുരേന്ദ്രനുമായി ഇല്ലീഗൽ ബന്ധം പുലർത്തുകയും അതെല്ലാം വീഡിയോയിൽ പകർത്തുകയും ആ ശബ്ദരേഖയെല്ലാം സൂക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 50 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. അത് മാത്രമല്ല അവർ കിഫ്ബിയിൽ ജോലി വാങ്ങി എന്നുള്ള വാർത്തയും കൂടെ പുറത്തു വന്നു. അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുന്ന 2021 ഏപ്രിൽ മാസത്തിന് മുമ്പാണ്, മാർച്ച് മാസം അവസാനമാണ് ക്രൈം ഈ വാർത്ത പുറത്തുവിടുന്നത്.
ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ചാനലുകളെല്ലാം ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ അശ്വതി എന്ന പെൺകുട്ടി തിരുവനന്തപുരത്തെ പ്രമുഖരായ പോലീസ് ഓഫീസർമാരെ ഓരോന്നായി വലയിൽ വീഴ്ത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ ലക്ഷങ്ങൾ തട്ടിയെടുത്തതിൻ്റെ കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ നടത്തിയ പോലീസ് ഓഫീസർമാരുമായി നടത്തിയിട്ടുള്ള ശബ്ദരേഖ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു പോലീസ് ഓഫീസറെയും ഒരു പെൺകുട്ടി വിചാരിച്ചാൽ വലയിൽ വീഴ്ത്താമെന്നും അവരെ വരച്ച വരയിൽ നിർത്താമെന്നും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്നും ഈ പെൺകുട്ടി പഠിപ്പിച്ചിരിക്കുന്നു. അതേ സരിതയും സ്വപ്നയും ഒന്നുമല്ല, ഇപ്പോൾ അശ്വതിയാണ് താരം. അശ്വതിയാണ് ചർച്ചാ വിഷയം. അവർ കടകംപള്ളി സുരേന്ദ്രനുമായി നടത്തിയിട്ടുള്ള ആദ്യത്തെ ശബ്ദരേഖയും അതിൽ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു ചാനലിൻ്റെ ഒരു പത്രപ്രവർത്തകൻ ഈ അശ്വതിയുമായി സംസാരിച്ചതിൻ്റെ രേഖയും വീണ്ടും ക്രൈം പ്രസിദ്ധീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി കേൾക്കുക. ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ സുമേഷ് ലാലിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഞാൻ സുമേഷ് നിങ്ങൾ ഇവനോട് പറഞ്ഞതല്ലാതെ നിങ്ങളുടെ മറ്റു പുരുഷനുമായിട്ടുള്ള ബന്ധവും മറ്റു ബന്ധങ്ങളൊക്കെ നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സുമേഷ് എന്റെ കാര്യം എല്ലാവർക്കും അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം. സുമേഷ് ലാൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ ഹസ്ബൻഡിന് അറിയാം. പിന്നെ അല്ല, ഞാൻ പറയുന്നത് ഇവനോട് പറഞ്ഞ രഹസ്യങ്ങൾ ഈ പ്രജേഷ് എന്ന് പറഞ്ഞ സംവിധായകൻ അല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം വേറെ ഒന്നുമില്ല. പ്രജീഷിനോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ മന്ത്രിയുടെ കാര്യം ഉണ്ടല്ലോ, അതാണ് എനിക്ക് പറ്റിയത്. നിങ്ങൾക്ക് മന്ത്രിയായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് പ്രജീഷിനറിയാം. മന്ത്രി വേറെ കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിങ്ങൾക്ക് അയ്യോ, അത് ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ ഒത്തിരി ഉണ്ടോ? കടകംപള്ളിയുടെ അടുത്ത് ഞാൻ പോയത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഈ സുമേഷേൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ പോലെ ഇലക്ഷൻ വന്നപ്പോൾ സുമേഷയുടെ മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങേർക്ക് ആ ഡ്യൂട്ടി മാത്രം മതി, സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യാൻ. അപ്പോൾ അങ്ങേർക്ക് വേണ്ടി സുമേഷ് പറഞ്ഞിട്ട് കടകംപള്ളിക്ക് സുമേഷേന് വേണ്ടിയിട്ട് സുമേഷേൻ്റെ റിക്വസ്റ്റ് ഈ ട്രാൻസ്ഫർ ഫോമിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പുള്ളിയുടെ അടുത്ത് പോയി. കടകംപള്ളിയുടെ അടുത്ത് പോകാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു മാമനുണ്ട്, ജയമോഹൻ എന്നുണ്ട്, കൊല്ലം ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ, കാഷ്യൂ ഫാക്ടറിയുടെയൊക്കെ. അപ്പോൾ ജയമോഹൻ മാമൻ്റെ ബന്ധം വെച്ചാണ് ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയത്. ആര്യ പിന്നെ കടകംപള്ളി. ഞാൻ ചെന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡാണ് ആര്, സുമേഷ് ലാൽ. എസ്ഐയുടെ ഭാര്യയാണ് ഭാര്യയാണ്. പുള്ളിക്ക് ഇത് കണക്ക് ട്രാൻസ്ഫറിൻ്റെ ഒന്ന് പറയണം. അപ്പം ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ച് ആരാണ് എന്ന് ചോദിച്ചത്. സുമേഷ് ലാൽ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, അയാൾ അവിടെ ഇരിക്കുന്നു. പന്നെ നോട്ടം മൊത്തം അങ്ങോട്ടാ, ശരീരഭാഗത്തോട്ട്. ഇങ്ങനെ കൈ വേറെ സ്ഥലത്ത്. ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ പച്ചയ്ക്ക് പറയാം. ഇങ്ങനെ എൻ്റെ നമ്പർ വാങ്ങിച്ചു. നിങ്ങൾ അവിടെ വെച്ച് തന്നെ തോണ്ടി. ഇങ്ങനെ എൻ്റെ നമ്പർ കടകംപള്ളി എൻ്റെ നമ്പർ വാങ്ങിച്ചു. കടകംപള്ളി നമ്പർ വാങ്ങിച്ചിട്ട് വിളി തുടങ്ങി ഏറ്റവും മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ ഇയാൾ ഫോണിൽ കൂടെ പറയുന്നത്. ഈ സംഭവം ഞാനെടുത്ത് സുമേഷേട്ടൻ അയച്ചു. ഈ പന്നത്തണ്ടി കുടിച്ചിട്ടെന്നത് അറിയാമോ? കുടിച്ചു കഴിയുമ്പോൾ സുമേഷേട്ടൻ്റെ സമനില തെറ്റി. ഇത് സുമേഷേട്ടൻ ഈ ഇടയ്ക്കാണ് ഈ ഓണം ഉണ്ടായത്. ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് സുമേഷേട്ടൻ ഇതിനെ എടുത്ത് കടകംപള്ളിക്ക് അയച്ചു കൊടുക്കും. വേറെ ആർക്കും അയച്ചു കൊടുക്കും, കടകംപള്ളിക്ക് അയച്ചു കൊടുക്കും. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഫോണിൽ വിളിച്ച് പഞ്ചായത്ത് ഇങ്ങനെ അന്ന് അവതരിച്ചപ്പോൾ തോണ്ടലും പിടിക്കില്ല. ദൈവമേ, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട് ഇറങ്ങാൻ ഓടുവോ? ആൾക്കാർ ഞാൻ 7 മണിക്ക് ചെല്ലാൻ പറഞ്ഞേ. എനിക്ക് ഞാൻ മഴയും കണ്ട നിനക്ക് റെയിൻകോട്ട് ഞാൻ വാങ്ങിച്ചത്. എന്റെ പൊന്നു കേട്ട. അപ്പൊ ജനൻ ടി വിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനും കടക്കൻ രതീഷണ്, അതായത് സുമേഷന്റെ ഫ്രണ്ടാണ് രതീഷണ് ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞത് സുമേഷ് ഏട്ടാ അതിനെ കട്ട് ചെയ്തിട്ട് ജനൻ ടി വിക്ക് അയച്ചു കൊടുത്തു. എനിക്ക് കടകംപള്ളിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു വോയിസ്. പക്ഷെ അത് ആർക്കും അറിയത്തില്ല, ആരാളെന്നറിയത്തില്ല. അപ്പം അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളായി. ഈ സുമേഷിന്റെ പ്രശ്നം കണ്ടപ്പം ഏതോ ഒരു തെണ്ടി, ഒരു രഘു PS എന്ന് പറയുന്ന ഒരുത്തരുണ്ട്, പോലീസിൽ എങ്ങാണ്ടൊക്കെ ഒരു കോൺസ്റ്റബിളാണ്. അയാള് ഇത് കണക്ക് ഇത് ഇറക്കി എന്താ എൻ്റെ പേരൊന്നും വെച്ചിട്ടില്ല, 100ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നെറ്റിൽ കുരുക്കി യുവതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരോ ഒന്നുമില്ല. എനിക്ക് ഈ 100 ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആ പാടിൽ 5 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇതിന് 100ഓളം പോലീസുകാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ കേരള പോലീസൊക്കെ എന്ത് വെറും മന്ദബുദ്ധികളാണ്. ഓഫീസർമാർക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ എന്ന് പറഞ്ഞ് എനിക്ക് വേറെ ആരോട് ശാരീരിക ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറഞ്ഞ സുമേഷ് എന്നോട്ട് എനിക്ക് ബന്ധമുണ്ട്, അല്ലാതെ എനിക്ക് ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. കാര്യം ഞാൻ ഇപ്പോഴും പറയാം, ചിറയൻകീഴ് സീനുണ്ട്, രാഹുൽ രവീന്ദ്രൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ, എനിക്ക് വിജയൻ IPS, അങ്ങനെ കുറെ ആൾക്കാർ. നമ്മൾ ആ ഒരു വേറൊന്നുമല്ല, നമ്മൾ ആ ഒരു സൗഹൃദം നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ പോകുന്നു. ഓക്കെ എന്ന് പറഞ്ഞ ആ സൗഹൃദത്തിനെ ഞാൻ ഇന്ന് വരെ മുതലെടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ ചേട്ടാ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എത്ര പേര് നമുക്ക് ഇറങ്ങി നാട്ടിക്കും. അതാ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് എത്ര വർഷമായി? ഇപ്പൊ 2-2.5 വർഷം. ആദ്യം ഞാൻ എങ്ങനെയാ ജോലി കിട്ടിയത്? ഫസ്റ്റ് എഴുതിയ കിട്ടിയത്, അല്ലാതെ ഞാൻ ആദ്യം 2016 LD ആയിട്ട് DM ഓഫീസിൽ കയറി. ഇടുക്കിയിൽ ഏതാ? അലോപ്പതി പയനാവില്
ചെറുതോണി നല്ല സ്ഥലമാണ് കേട്ടോ. പക്ഷെ നല്ല സ്ഥലമാണ്. പക്ഷെ അവിടെ ഇതാണെങ്കിൽ ഫോണിന് റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോഴാണ് ഇവിടുത്തെ ഞാനപ്പം ഇപ്പൊ ഞാൻ ഡെപ്യൂട്ടേഷനിലാണ്. ഏത് വകുപ്പിലായിപ്പോ? യൂണിവേഴ്സിറ്റി ഓഫീസിൽ. അതാണ് ഇതിന്റെ കോട്ടയാ. അപ്പം യൂണിവേഴ്സിറ്റി ഓഫീസിൽ ഡെപ്യൂട്ടേഷന് ഞാൻ ഇയാളുടെ കാര്യം കൈ പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. ആരുടെ? ഘടകത്തിന്റെ. അപ്പൊ ഞങ്ങളുടെ ഒരു മാമനുണ്ട്, ജർമ്മൻ രാജുവാണ് പുള്ളിയെ വിളിക്കുന്നത്, മന്ത്രിയെ. പുള്ളി ആ പ്രളയത്തിന്റെ സമയത്ത് രാജുമന്ത്രിയെ അഞ്ചല ഞങ്ങളുടെ നമ്മുടെ വനം വകുപ്പ് മന്ത്രി അങ്ങേറെ കാര്യം കൈ പിടിച്ചിട്ട് എന്നോട് ആ രീതിയിൽ അപ്രോച്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങേര് കാര്യം കൈ പിടിച്ചിട്ടാണ് അങ്ങേര് എനിക്ക് ഡെപ്യൂട്ടേഷനിൽ ഇവിടെ. അങ്ങനെ ഈ പറഞ്ഞോട്ട് അന്ന് കടകംപള്ളി എടുത്ത് ഞാൻ പോയി. അപ്പൊ കടകംപള്ളി ആരാന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡാണ്. ഇപ്പൊ കടകംപള്ളി നേരിട്ട് വിളിച്ചാൽ എന്തൊരു ആവശ്യം വിളിച്ച് പറഞ്ഞാൽ സഹായിച്ചു തരുമോ? സഹായിച്ചു തരും, തീർച്ചയായിട്ടും സഹായിച്ചു. എനിക്കൊക്കെ എന്തൊരു ആവശ്യം വന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞ സഹായിക്കും. പക്ഷേ ഈ എല്ലാരും പറയുന്നത് പറയുമ്പോൾ കടകംപള്ളിയെ പറ്റിച്ച് ഞാൻ കാശ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. സത്യത്തിൽ കാശെല്ലാം വാങ്ങിച്ചു. എന്റെ പൊന്നമ്മ സത്യം, എന്റെ കുഞ്ഞ് സത്യം, ഒരു 5 പൈസ പോലും ഞാൻ അങ്ങേറൊന്നും ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ പുള്ളി ഇടപെട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് എന്താവശ്യമുണ്ടായാലും, അതായത് എൻ്റെ ഫാമിലിക്കോ എനിക്കോ എൻ്റെ കുഞ്ഞിനോ എന്താവശ്യമുണ്ടായാലും, ജോലി സംബന്ധമായാലും പഠിത്തമായാലും എന്താവശ്യത്തിനായാലും പുള്ളിയെ സമീപിച്ചാൽ പുള്ളി നല്ല രീതിയിൽ ചെയ്തു തരും എന്നുള്ള കാര്യം ഞാൻ പുറത്തിറങ്ങി പറഞ്ഞാലേ അയാൾക്കതൊരു ഇതാവും. കാര്യം എനിക്ക് ഒന്നാമത് ഞങ്ങളുടെ വീട്ടുകാരുടെ ആ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നത്, പാർട്ടിയെ ചതിക്കാൻ പാടില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാളുടെ വോയിസ് വെച്ച് എനിക്കിപ്പം വോയിസ് കയ്യിലുണ്ടോ? എത്രയോ കടകംപള്ളിയുടെ വോയിസ് കയ്യിലുണ്ടോ? ദൈവത്തെ ഓർത്ത് ഇനി ആർക്കും കൊടുക്കരുത് കേട്ടോ, പാവപ്പെട്ടവന്റെ ഭാവി പോവും. അയാളുടെ ആ വോയിസ് വെച്ചോണെങ്കിൽ എനിക്ക് എത്രയോ ലക്ഷങ്ങൾ കോടികൾ അയാൾ കോടി പറഞ്ഞ കോടി തരൂ. ഹലോ, എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെ ആയിരിക്കുമോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും ഞാൻ നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ മഴയായത് കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. ദൈവത്തിനാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാഞ്ഞ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഞാൻ വിചാരിച്ചെന്നാ തോരട്ടെന്ന് വിചാരിച്ചു ഞാൻ കയറി കിടന്നു. പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അത് ഞാൻ പറയുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ശല്യപ്പെടുത്തുകയില്ല. അത് നിനക്ക് അതിൽ. അയ്യോ, അതുകൊണ്ടല്ല. ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം, സത്യമായിട്ട് ഞാൻ വരാം. ഇന്ന് മഴ ആയത് കാരണമാ. അപ്പൊ നാളെ വരുമെന്നുള്ള കാര്യം ഇരിക്കാമല്ലോ. ഞാൻ വരും, നാളെ വരും. ഇനി മഴ പെയ്താലോ? മഴ പെയ്യൂല. ഞാൻ നാളെ രാവിലെ ഇറങ്ങാം എന്തായാലും. ഞാൻ രാവിലെ ഇറങ്ങണം. വരാം. പിന്നെ ഉറങ്ങിയെന്നും പറയരുത്. നമ്മൾ താല്പര്യം കാണിച്ച് സംഭവം. പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, വേണ്ട, എന്നെ വിശ്വസിക്കും. ലോകത്താരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഇല്ല, ഞാൻ പറയൂല. ഉറപ്പ് തന്നെ. ഞാൻ ആരോടും പറയൂല. ശരി. കാര്യം വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല. ശരി. അങ്ങനെ ലോകത്താ ഞാൻ വരാം. നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഞാൻ ഇന്ന് രാത്രി വിളിക്കണ്ടല്ലോ. വേണ്ട, ഞാൻ രാവിലെ ഇറങ്ങിക്കോളാം. എത്തിക്കോളാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇടാനില്ലേ, മറ്റേ സംഗതി എന്തോ, പിന്നെ റെയിൻകോട്ടൊക്കെ ഇല്ലേ? റെയിൻകോട്ട് വാങ്ങിക്കണോ ഇനി? അത് ശരി, വാങ്ങിച്ചില്ലായിരുന്നോ? ഉണ്ടായിരുന്നു ഒരെണ്ണം, അപ്പൊ അത് ചീത്തയായി പോയി. അപ്പൊ ഇനി ഒരെണ്ണം വാങ്ങിക്കണം. മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇട്ട് അങ്ങ് വരാമായിരുന്നല്ലോ. വാങ്ങിക്കണോ ഇനി? ഓക്കെ. ഓക്കെ. ഈ ആഭാസനായ കടകംപള്ളി സുരേന്ദ്രനെ, പെൺവേട്ടക്കാരനായ കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ടത്തെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ചാണകത്തിൽ മുക്കിയ ചൂലുമായി കാത്തിരുന്ന് അടിച്ചോടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് തയ്യാറാകുമോ എന്നറിയില്ല. അപ്പോഴും ഒരു വിശദീകരണം വരും. ഇതെല്ലാം ബൂർഷ്വാസികളുടെ പണിയാണ്, ഇത് വലതുപക്ഷത്തുള്ള ആളുകളുടെ കളിയാണ് എന്നെല്ലാം പ്രചരണം വരും. അങ്ങനെ പ്രചരിപ്പിച്ച അണികളെ പറ്റിക്കും. അങ്ങനെ ഇതെല്ലാം എതിരാളികളുടെ പ്രചരണമാണ്, ഇതൊരു വ്യാജമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പ്രചരിപ്പിക്കാൻ പോണത്. എന്നാൽ ഈ അശ്വതി പറയുന്ന പ്രകാരം തുള്ളാമ ഒരു കിങ്കരൻ മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ
എന്നുള്ളതാണ് സത്യം. അദ്ദേഹം വഴിയാണ് ഭരണതലത്തിൽ പല സ്വാധീനവും ചെലുത്തി ഈ പെൺകുട്ടി ജോലി വാങ്ങിയിരിക്കുന്നത്, അതുവഴി കിഫ്ബിയിൽ ജോലി വാങ്ങിയിരിക്കുന്നത്, പോലീസിനെയെല്ലാം പിടിച്ച വരയിൽ നിർത്തുന്നത്, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, അവരെടുത്ത് പണം തട്ടുന്നത്. അവർ പറയും 100-105 ആളുകൾ പോലീസ് ഓഫീസർമാരുമായി സെക്ഷലി ഇവർ ബന്ധം പുലർത്തി എന്നുള്ളതാണ് ഇവരെ പുറത്തു വന്ന വിവരം. അതിൽ ഏതോ ഒരു കാര്യത്തിൽ അവർ ഗർഭിണിയായിരിക്കുന്നു, അത് 105 പുരുഷന്മാരിലും അവരെ അടിച്ചേൽപ്പിക്കുന്നു, അതിനു വേണ്ടിയിട്ട് അവർ പണം ബ്ലാക്ക്മെയിൽ ചെയ്തു ചോദിക്കുന്നു എന്നുള്ള ഓഡിയോ സന്ദേശങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സ്വപ്നയെയും സരിതയെയും കടത്തിവെട്ടി ഇപ്പോൾ അശ്വതി താരമായിരിക്കുന്നു. ഇങ്ങനെയുള്ള താരങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് തുള്ളാനായി കുറേ പോലീസ് ഓഫീസർമാരും അതേപോലെ മന്ത്രിമാരും ഉള്ളപ്പോൾ നമ്മൾ കഴുതകൾ കണ്ടിരിക്കാനേ പറ്റൂ. നന്ദി, നമസ്കാരം.